ബംഗാളിലെ റേഷൻ അഴിമതി കേസിൽ നടപടി കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ ഇഡി റെയ്ഡ് നടത്തി. കേന്ദ്രസേനയുടെ സുരക്ഷയോടെ പുലർച്ചെയായിരുന്നു പരിശോധന. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, സംഘർഷങ്ങളൊന്നുമില്ലാതെ ഇഡിക്ക് റെയ്ഡ് നടത്താൻ കഴിഞ്ഞോ? വേണു, ആദ്യമായിട്ട് ഈ റേഷൻ അഴിമതി കേസിൽ ആദ്യമായി ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ എത്തുന്ന സമയമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരമൊരു ആക്രമണം ജനക്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തുടർന്ന് ഇ ഡിയുടെ മേധാവി തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങളെപ്പറ്റി വിലയിരുത്തി. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടി ശക്തമാക്കാനുള്ള നിർദ്ദേശം മേധാവി തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് കേന്ദ്ര സേനയുടെ അടക്കം സുരക്ഷ സ്വീകരിക്കാമെന്നും നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇ ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റേഷൻ അഴിമതി കേസിൽ നടപടി കടുപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ഇ ഡിയുടെ സംഘം കേന്ദ്ര സേനയോടൊപ്പവും അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സഹായത്തോടും കൂടിയാണ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിലെത്തി പരിശോധന നടത്തി മടങ്ങിയത്. വീട്ടുകാരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യം ഷാജഹാൻ ഷെയ്ഖ് ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയിരുന്നു. അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങളും ഇതിനോടൊപ്പം തേടിയതായുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്നാലും കർശന സുരക്ഷയുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇ ഡിയുടെ പരിശോധന. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതിന്റെ ഭാഗമായി ഇതുവരെയും ഉണ്ടായിട്ടില്ല. കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനങ്ങൾ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിലവിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. അതിനിടയിൽ കൂടിയാണ് ഈ റേഷൻ അഴിമതി കേസുമായി ഇപ്പോൾ നടപടി കടുപ്പിച്ച് ഇ ഡി മുന്നോട്ട് പോകുന്നത്. വേണു. അച്യുതൻ, ഡൽഹിയിൽ നിന്ന്.